ബംഗാളിൽ നിന്നും രാജ്യസഭയിലേക്ക് തീരുമാനിച്ച സിപിഎം സ്ഥാനാർത്ഥി ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയുടെ നാമനിർദ്ദേശ പത്രിക തള്ളാനുണ്ടായ സാഹചര്യത്തിലാണ് സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുള്ളത്. സംഭവത്തിൽ പാർട്ടി ബംഗാൾ ഘടകം തന്നെ അട്ടിമറി നടത്തി എന്നാണ് കേന്ദ്ര നേതൃത്വം സംശയിക്കുന്നത്. സിപിഎമ്മിന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പിന്തുണ തേടണമെന്ന് ബംഗാൾ ഘടകം നിരന്തരമായി വാദിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസുമായി ബന്ധം പാടില്ലെന്ന പാർട്ടി നയത്തിൽ നിന്നും വ്യതിചലിക്കാനാകില്ലെന്നും പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നുമായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. കോൺഗ്രസ് സിറ്റിംഗ് എം പി പ്രദീപ് ഭട്ടാചാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം അവസാന നിമിഷമാണ് സിപിഎം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മതിയായ രേഖകൾ സമർപ്പിച്ചില്ല എന്നും സമയപരിധി കഴിഞ്ഞു എന്നും വ്യക്തമാക്കിയാണ് സിപിഎം സ്ഥാനാർത്ഥി ബികാഷ് ഭട്ടാചാര്യയുടെ നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ജാഗ്രതക്കുറവ് എങ്ങനെ സംഭവിച്ചു എന്നതിലാണ് നേതൃത്വത്തിന് സംശയം. അടുത്ത പോൾ ബ്യൂറോ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. സംഭവം മനഃപൂർവ്വമുണ്ടായതാണോ എന്ന് പരിശോധിക്കാനായി പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിക്കുമെന്നാണ് സൂചന. അട്ടിമറി നടന്നതായി കണ്ടെത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം കേരളത്തിലെ സമീപകാല സംഭവങ്ങളിൽ സിപിഎം കേന്ദ്ര നേതൃത്വവും കേരള ഘടകവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് പോൾ ബ്യൂറോ പ്രസ്താവനയിറക്കി. ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.